ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഈ ഒരു മോഡൽ ഇയറിങ്സ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇത് അത്രയ്ക്ക് ഹെവി അല്ല, പക്ഷെ കണ്ടാൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. നമ്മൾ എപ്പോഴത്തെയും പോലെ വൈറ്റ് ഷീറ്റിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ OHP ഷീറ്റ് വെച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതേ ആ ഷേപ്പിൽ നോക്കി നമ്മൾ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അടുത്ത ലെയറിലായിട്ട് നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വൈറ്റ് കളർ കുന്തൻ സ്റ്റോൺസ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് കളർ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചായിരുന്നേ. അധികം ലേറ്റ് ആവാതെ തന്നെ ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, കുഞ്ഞ് ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമേ. എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ആ ഒരു ലെയർ നല്ല വലുതുപോലെ സെറ്റായതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം. അടുത്ത ലെയറിൽ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പം അടുത്തടുത്ത് വേണം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ. ആ പശയിൽ, നമ്മൾ തേച്ച പശയിൽ നല്ലതുപോലെ ഒട്ടി നിൽക്കുന്ന രീതിയിൽ, പിന്നീട് അത് ഇളവി പോകാൻ പാടില്ല. അപ്പം അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ഇതേ ഞാൻ ഒരു പെയർ കട്ട് ചെയ്ത് ഷേപ്പാക്കി വെച്ചിരിക്കുവാണേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റഡ് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. സ്റ്റഡിന് വേണ്ടി ഒരു ചെറിയ സൈസിലുള്ള OHP ഷീറ്റ് എടുത്തിട്ട് അതിൽ ഞാൻ ഒരു പിങ്ക് കളർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. സ്റ്റിക്കി സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും വീണ്ടും ഞാൻ സിൽവർ കളർ മറ്റേ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായി ആ പിങ്ക് സ്റ്റോൺ ഫുൾ കറങ്ങി വരുന്ന അത് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ലതുപോലെ സ്റ്റിക്കായിരിക്കണം. ഇത് 2 എണ്ണം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇതാണ് നമ്മൾ മുകളിലത്തെ സ്റ്റഡ്. ഇനി നമുക്ക് ഹാങ്ങിങ്സ് എങ്ങനെ തൂക്കാമെന്ന് നോക്കാം. അതിന് ഞാനൊരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു ഐപ്പിൻസാണ് വേണ്ടത്. അപ്പം അതിൻ്റെ സൈസ് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. കണ്ടോ, നമ്മുടെ ഇയറിങ്സ് നല്ല ചെറുതാണ്. അപ്പം നമുക്ക് ഐപ്പിൻ്റെ സൈസ് അതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണ്. കണ്ടോ, എന്നിട്ട് മുകളിൽ നമുക്ക് സ്റ്റഡ് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അവിടെയും 2 ഐപ്പിൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഐപ്പിൻസ് എല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണേ. നല്ല സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വാക്സ് ഷീറ്റ് ഒട്ടിച്ച് നല്ല പ്രസ് ചെയ്ത് ഡ്രൈ ആക്കാൻ വയ്ക്കുക. പിന്നെ ഒരു ഗോൾഡൻ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് അതിൽ ഞാനൊരു ക്രിസ്റ്റൽ ബീഡാണ് ഇടുന്നത്. കണ്ടോ, ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റൽ ബീഡ്. അത് കഴിഞ്ഞിട്ട് ഒരു പിങ്ക് കളർ ക്രിസ്റ്റൽ ബീഡ് ഇട്ടു. എന്നിട്ട് ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഓരോരോ മണികൾ പോലെ ഉണ്ടാക്കി വയ്ക്കണം. നമുക്കത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണേ. ഈ ബാക്കി വരുന്ന ഫ്യൂസ് സ്റ്റാർ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇങ്ങനെ ആവശ്യത്തിന് മണികൾ റെഡി ആയതിന് ശേഷം വൈറ്റ് കളറും നമുക്ക് വേണേ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മണികൾ ഇനി ഫസ്റ്റ് ഒരെണ്ണം വൈറ്റ് ഇട്ടിട്ട് പിന്നെ ആ പിങ്ക് വരുന്ന ഇട്ടിട്ട് പിന്നെയും വൈറ്റ് ഇടുക. അങ്ങനത്തെ ഒരു പാറ്റേണിൽ എല്ലാ ഹൂക്കിലും നമുക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നിലിട്ടിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് അടുത്തതിലിട്ടിട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇടണം. ഇനി നമുക്ക് ആ സ്റ്റഡ് വരുന്ന പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഈ കമ്മലിൻ്റെ ബാക്കിൽ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ മെറ്റാലിക് ഒരു പെയിൻറ്റ് കൂടെ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുവാണേ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിക്കായി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ DM ചെയ്താലും മതി കേട്ടോ. കമ്മൽ റെഡി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.